കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇരുകാലുകളുമില്ലാതെ പിറന്നു വീണതിൻ്റെ പേരിൽ മാതാപിതാക്കൾ ഉപേക്ഷിച്ചെങ്കിലും പിന്നീട് ഹോളിവുഡിൽ വരെ എത്തിയ ജെൻ ബ്രിക്കർ ഉൾപ്പെടെ 50ഓളം പേരുടെ അതിജീവനത്തിൻ്റെ ജീവിതകഥകൾ അനാവരണം ചെയ്യുന്ന ജയിക്കാനായി ജനിച്ചവർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണവും ചർച്ചയുമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഡോക്ടർ സെബിൻ എസ് കൊട്ടാരമാണ് പുസ്തകത്തിൻ്റെ രചയിതാവ്. ദേശീയ പുരസ്കാര ജേതാവും എഴുത്തുകാരനും കൂടിയായ ഡോക്ടർ സെബിൻ എസ് കൊട്ടാരം ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിലായി 35ഓളം ബെസ്റ്റ് സെല്ലിംഗ് ബുക്സിൻ്റെ ഓഥർ കൂടിയാണ്. ഒഴുക്കിൽപ്പെട്ടുപോയ 2 കൗമാരക്കാരുടെ ജീവൻ രക്ഷിച്ചതിന് 2000 ധീരതയ്ക്കുള്ള ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പതക് പുരസ്കാരം നൽകി രാഷ്ട്രം ഇദ്ദേഹത്തെ ആദരിച്ചു. കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ നടത്തിയ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കുള്ള 1998 കേരള സർക്കാർ കേരളത്തിലെ ഏറ്റവും മികച്ച നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയറിനുള്ള സംസ്ഥാന അവാർഡ് നൽകി ഡോക്ടർ സെബിനെ ആദരിക്കുകയുണ്ടായി. കോയമ്പത്തൂർ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജിയിൽ PhD നേടിയിട്ടുള്ള ഡോക്ടർ സെബിൻ എസ് കൊട്ടാരം ആഗോള പ്രശസ്തനായ ഇൻ്റർനാഷണൽ ലൈഫ് കോച്ചും സൈക്കോളജിസ്റ്റും കൂടിയാണ്. ഒരു കൂലിപ്പണിക്കാരിയിൽ നിന്ന് 3 അമേരിക്കൻ കമ്പനികളുടെ CEO വരെയായി ഉയർന്ന ജ്യോതി റെഡ്ഡിയെക്കുറിച്ച് ഡോക്ടർ സെബിൻ മലയാള മനോരമയിൽ എഴുതിയ ഫീച്ചറിന് 2000 സ്ത്രീ ശാക്തീകരണത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ അന്നത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ ഹാമിദ് അൻസാരിയിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ജയിക്കാനായി ജനിച്ചവർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്താനായി ഡോക്ടർ സെബിൻ എസ് കൊട്ടാരത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ നല്ല വാക്കുകൾക്കും ആദ്യമേ അവതാരകയായ ഫാത്തിമയ്ക്ക് നന്ദി പറയട്ടെ. ഏറെ ബഹുമാനരായിട്ടുള്ള വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, 2007 ഡിസംബർ 10 9 മാസം ഗർഭിണിയായ ഒളിമ്പിക് ചാമ്പ്യൻ ഡൊമിനിക് മോഷ്യാനോ വീട്ടിൽ വിശ്രമിക്കുന്ന സമയം. ആ സമയത്താണ് ഒരു കത്ത് ഡൊമിനിക് മോഷ്യാനോയ്ക്ക് ലഭിക്കുന്നത്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഉള്ളടക്കം ഇതായിരുന്നു: ഒരുപക്ഷെ ഈ കത്ത് കണ്ട് തെറ്റിദ്ധരിച്ച് ഞാൻ അങ്ങയുടെ ഒരു ആരാധിക ഭ്രാന്തുമൂത്ത് ചെയ്യുന്നതാണെന്ന് ഒന്നും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ഞാൻ ഈ എഴുതിയത് സത്യമാണ്. ഏതാണ്ട് 1000 കിലോമീറ്റർ അകലെ തനിക്കൊരു ഇളയ സഹോദരി ജീവിച്ചിരിപ്പുണ്ട് എന്നായിരുന്നു ആ ഒരു സത്യം ആ കത്തിലുണ്ടായിരുന്നത്. ജെന്നിഫർ ബ്രിക്കർ എന്നായിരുന്നു ആ ഇളയ സഹോദരിയുടെ പേര്. ജൂനിയർ ഒളിമ്പിക്സിൽ വരെ പങ്കെടുത്ത് സ്വർണം നേടിയ ജെന്നിഫർ ബ്രിക്കർ ഈ ഡൊമിനിക് ഓഷ്യാനോയുടെ ഏറ്റവും ഇളയ സഹോദരി. നമ്മളുടെ രണ്ടുപേരുടെയും മാതാപിതാക്കൾ ഒന്നാണ്, നമ്മളുടെ രണ്ടുപേരുടെയും കുടുംബപ്പേര് ഒന്നാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു ആ കത്ത്. ആ കത്തിനോടൊപ്പം തന്നെ രേഖകളും മറ്റുമെല്ലാം ഉണ്ടായിരുന്നു, ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ സാധൂകരിക്കുന്ന രേഖകളും മറ്റും. അങ്ങനെ ഇരിക്കെയാണ് ഈ കത്ത് വായിച്ചതും അതിൻ്റെ ഒരു സത്യം കണ്ടെത്തണമെന്ന് ഡൊമിനിക് മോഷ്യാനോ തീരുമാനിച്ചത്. ഡൊമിനിക് മോഷ്യാനോ എന്ന ഒളിമ്പിക് ജേതാവായ ആ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലും വളരെ മോശകരമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. തൻ്റെ മാതാപിതാക്കളുമായിട്ട് പലപ്പോഴും ഒരു നല്ല ബന്ധമായിരുന്നില്ല. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങൾക്ക് സാധിക്കാത്തത് തങ്ങളുടെ മകളിലൂടെ നേടണം എന്ന അമിതമായ ആഗ്രഹത്തിൽ പ്രശസ്തിക്ക് വേണ്ടി, പദവിക്ക് വേണ്ടിയിട്ട്, നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അമിതമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഏതാണ്ട് 3 വയസ്സ് പ്രായം മുതൽ അതികഠിനമായിട്ടുള്ള ഒളിമ്പിക് പരിശീലനങ്ങൾ ചെയ്യാനായിട്ട് ഈ ഡൊമിനിക് മോഷ്യാനോയുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് പിതാവ്, നിർബന്ധിച്ചിരുന്നു. അങ്ങനെ സൗഹൃദങ്ങളില്ലാതെ, കുട്ടിത്തത്തിൻ്റെ ലാളനകൾ അധികം ഏറ്റുവാങ്ങാതെ ഭയങ്കരമായ പരിശീലനത്തിലൂടെയും മറ്റുമെല്ലാം വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഡൊമിനിക് മോഷ്യാനോ കടന്നുപോയപ്പോൾ മാതാപിതാക്കൾ അറിയാത്തൊരു കാര്യമുണ്ട്. പ്രശസ്തിയുടെയും സന്തോഷത്തിൻ്റെയും നേട്ടങ്ങളുടെ ഇടയിൽ ആ കുരുന്നു മനസ്സ് ഏകാന്തതയിൽ സങ്കടപ്പെട്ടിരുന്ന, ആ കുരുന്നു മനസ്സിൻ്റെ വികാരങ്ങൾ തിരിച്ചറിയപ്പെടാതിരുന്ന ഒരവസ്ഥ. അങ്ങനെ ഇരിക്കെയാണ് ഏറ്റവും വലിയ 13ാമത്തെ വയസ്സിൽ തന്നെ US നാഷണൽ ചാമ്പ്യൻ ആവുമ്പോൾ ഡൊമിനിക് മോഷ്യാനോ അന്ന് വെറും 13 വയസ്സാണ്. അതിനുശേഷം ഒരു വലിയ മത്സരത്തിൽ, ഇൻ്റർനാഷണൽ ഇവൻറ്റിൽ പങ്കെടുക്കുമ്പോൾ പരിക്കേറ്റ് വേദന നിറഞ്ഞ അവസ്ഥയിലാണ് ആ ഇവൻറ്റിൽ പങ്കെടുക്കുന്നത്. ആ അവസ്ഥയിൽ പോലും ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റാതെ ആദ്യ റൗണ്ടുകളിൽ പുറത്തേക്ക് വന്നപ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ
വഴക്ക് പറയുകയാണ് പിതാവ് ചെയ്തത്. പക്ഷേ അതിലും അപ്പുറത്ത് ഫൈനൽ റൗണ്ടിൽ സ്വർണം നേടി ആ ഒളിമ്പിക് പോഡിയത്തിൽ നിൽക്കുമ്പോൾ ആ ഒരു നേട്ടത്തിലും തൻ്റെ മനസ്സ് നിരാശയിലും സങ്കടത്തിലുമായിരുന്നുവെന്ന് ഡൊമിനിക് മോഷ്യാനോ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളിലേക്കും നേട്ടങ്ങൾക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ സുഹൃത്തുക്കളുടെ അല്ലെ സഹോദരങ്ങളുടെ അല്ലെ മറ്റുള്ളവരുടെ മക്കളെ പോലെ അവരാകാത്തതിന് വേണ്ടിയിട്ട് നമ്മൾ അമിതമായിട്ട് പ്രഷർ ചെലുത്തുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം കൂടിയ നേട്ടങ്ങളിലും സന്തോഷം കണ്ടെത്താനാവാതെ പോകുന്നത്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ കോട്ട എന്ന സ്ഥലം, രാജസ്ഥാനിലാണ് കോട്ട. രാജസ്ഥാനിലെ കോട്ടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൗമാരപ്രായക്കാർ ആത്മഹത്യ ചെയ്യുന്നത് രാജസ്ഥാനിലെ കോട്ടയിലാണ്. കാരണം എന്താ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നതും രാജസ്ഥാനിലെ കോട്ടയിലാണ്. അവിടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷണൽ മാഫിയ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അമിതമായ അവർ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണം മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രായാധിക്യം നിറഞ്ഞതോ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നുമല്ല, മറിച്ച് മാനസിക സമ്മർദ്ദമാണ്, സ്ട്രെസ്സാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളിലേക്കും അവരെ വളർത്തുന്ന അവസ്ഥയിലേക്കും നമ്മൾ നോക്കുമ്പോൾ ഡൊമിനിക് മോഷ്യാനോയുടെ നേട്ടങ്ങളിൽ നിന്നും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില സങ്കടങ്ങൾ തിരിച്ചറിയുമ്പോൾ അമിതമായിട്ട് പ്രഷർ ചെലുത്തി നേടിയെടുക്കേണ്ടതല്ല നേട്ടങ്ങൾ, മറിച്ച് സ്വാഭാവികമായി ഞെക്കിപ്പഴിപ്പിച്ചതിന് ശരിയായ രുചി കാണത്തില്ല, ശരിയായ രീതിയിൽ വളരാൻ പറ്റത്തില്ല, സ്വാഭാവികമായി നേടിയെടുക്കേണ്ടതാണ് വിജയം എന്നുള്ള ആ ഒരു ചിന്ത കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരണം. അങ്ങനെ ഈ തനിക്കൊരു ഇളയ സഹോദരി കൂടിയുണ്ട് എന്നറിഞ്ഞ ആ നിമിഷം ഡൊമിനിക് മോഷ്യാനോ അമ്മയുടെ അടുത്ത് എന്ന് ചോദിച്ചത് സത്യമാണോ? അപ്പോൾ അമ്മ നിറകണ്ണുകളോടെ മറുപടി പറഞ്ഞു അതെ. കാരണം റഷ്യയിൽ ഈ റൊമാനിയയിലെ ആശുപത്രി കിടക്കയിൽ തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ആ കുഞ്ഞിന് 2 കൈകളുമില്ല. അപ്പോൾ ഈ 2 കൈകളുമില്ലാത്ത കുഞ്ഞിനെ ചികിത്സിക്കാനും ഭാവിയിൽ ആ കുഞ്ഞിനെ വളർത്താനുമൊക്കെ വലിയൊരു തുക ചിലവാകും. അതുകൊണ്ട് ആ കുഞ്ഞിനെ ആർക്കെങ്കിലും ദത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുഞ്ഞിനെ അമ്മ പോലും ഒരു നോക്ക് കാണുന്നതിന് മുൻപ് ദത്ത് കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് മറ്റൊരു അമേരിക്കയിൽ നിന്നുള്ള ബ്രിക്കർ ദമ്പതികൾ ആ കുഞ്ഞിനെ ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ദത്ത് കൊടുക്കുന്നത്. അങ്ങനെ 1000 കിലോമീറ്റർ അകലെ മറ്റൊരു സംസ്ഥാനത്ത് നിയമപരമായി തന്നെ ബ്രിക്കർ ദമ്പതികളുടെ മകളായിട്ട് ഈ കുട്ടി വളർന്നു. അതിന് ജെന്നിഫർ എന്നൊരു പേര് വിട്ടു. അവരുടെ കുടുംബ പേര് തന്നെ ജെന്നിഫർ ബ്രിക്കർ എന്നുള്ളൊരു പേരും തന്നെ കൊടുത്തു നിയമപരമായിട്ട് തന്നെ. അവർക്ക് വേറെ 3 ആൺമക്കളുണ്ടായിരുന്നു. പക്ഷെ ഒരു വേർതിരിവും കാണിക്കാതെ അവർ ഈ കുട്ടിയെ വളർത്തി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി ഏറ്റവും വലിയ ടി വിയിലൊക്കെ ജിംനാസ്റ്റിക്സ് കാണുമ്പം ബോധപൂർവമല്ല എങ്കിൽ കൂടി ഈ കുട്ടിയുടെ ഏറ്റവും വലിയ ആരാധനാപാത്രം ഈ ജിംനാസ്റ്റിക്സിലെ സ്വന്തം സഹോദരിയായ ഡൊമിനിക് മോഷ്യാനോ ആയിരുന്നു. അന്നൊരിക്കലും ഈ കുട്ടിക്ക് അറിയത്തില്ല അത് തൻ്റെ രക്തബന്ധമുള്ള സഹോദരി ആയിരുന്നു എന്ന്. ഒരിക്കലും ഈ ഡൊമിനിക് മോഷ്യാനോയുടെ ഒരു ഇൻ്റർവ്യൂ ടി വിയിൽ വന്ന സമയത്ത് ഡൊമിനിക് മോഷ്യാനോയുടെ കുടുംബപ്പേരും മറ്റുമൊക്കെ പറഞ്ഞപ്പോൾ ഈ ജെൻ ബ്രിക്കറിൻ്റെ വളർത്തു മാതാപിതാക്കൾക്ക് ഒരു സംശയം തോന്നി. പഴയ രേഖകൾ അവർ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അത് ജെൻ ബ്രിക്കറിൻ്റെ യഥാർത്ഥ മാതാപിതാക്കളും സഹോദരിയുമാണ്. അങ്ങനെ ഇരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ജെൻ ബ്രിക്കർ ഈ ചോദ്യം ഒരു കൗതുകത്തിൻ്റെ പുറത്ത് മാതാപിതാക്കളോട് ചോദിച്ചപ്പം വളർത്തു മാതാപിതാക്കൾ ആ സത്യം തുറന്നു പറഞ്ഞു. പക്ഷേ എങ്കിലും പെട്ടെന്ന് ഇത് ഡൊമിനിക് മോഷ്യാനോയുടെ തൻ്റെ യഥാർത്ഥ മൂത്ത സഹോദരിയോട് പറയാനുള്ള ഒരു വിഷമം മൂലം അത് പറയാതിരുന്നു. പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ ഇങ്ങനെ 4 വർഷങ്ങൾക്ക് ശേഷമാണ് അത് തുറന്നു പറയുന്നത്. ഒടുവിൽ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കും ആ ഒരു സമാഗമത്തിനും തീയതി നിശ്ചയിക്കപ്പെട്ടു. അങ്ങനെ ആ പിതാവിനെ കാണാൻ വേണ്ടിയിട്ട് മാതാവിനെ കണ്ടു. പിതാവിനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോഴേക്കും പിതാവിൻ്റെ മരണത്തിന് ശേഷം ആ കല്ലറയിലാണ് ചെല്ലാൻ സാധിച്ചത്. തൻ്റെ ജീവിതത്തിലെ വലിയൊരു തകർച്ചയിൽ നിന്ന്, വലിയൊരു തിരസ്കരണത്തിൽ നിന്ന് ഉദിച്ചുയർന്ന ജെൻ ബ്രിക്കർ, ആ ജെൻ ബ്രിക്കറിൻ്റെ കവർ ചിത്രമാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഹൈലൈറ്റ്. ഈ ജെൻ ബ്രിക്കറിനെ പോലെ ഇന്ന് ഒളിമ്പിക്സിൽ വരെ സ്വർണം നേടിയ വ്യക്തി കൂടിയാണ് 2 കൈകളുമില്ലാത്ത ജെൻ ബ്രിക്കർ. ഈ ജെൻ ബ്രിക്കറിനെ കുറിച്ചുള്ള ഈ സ്റ്റോറി കവർ സ്റ്റോറി ആയിട്ട് മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയതാണ്. ജെന്നിനെ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്തതാണ്.
അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ തന്നെ ഈ ജെൻ ബ്രിക്കറിനെ കുറിച്ചാണ്, മോഷ്യാനോയെക്കുറിച്ചാണ്. അപ്പം അതുപോലുള്ള ഒട്ടേറെ വ്യക്തികളുണ്ട്. സ്വന്തം മാതാപിതാക്കളാൽ കൊലപ്പെടുത്താൻ വരെ ശ്രമിച്ച, കൊല്ലപ്പെടുത്തലിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വന്നു. കാരണം വിവാഹം കഴിക്കുന്നതിന് മുൻപ് ജനിച്ച ഒരു കുട്ടി, ആ കുട്ടി തനിക്ക് അപമാനമാകുമെന്ന് കരുതി വയറ്റിൽ വെച്ച് സലൈൻ ഇഞ്ചക്ഷൻ ഉപ്പുവെള്ളത്തിൽ മുക്കി ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ആ കുട്ടി 14 മണിക്കൂറോളം ഉപ്പുവെള്ളത്തിൽ കിടന്നിട്ടും ആ കുട്ടി മരിച്ചില്ല. നമുക്കറിയാം, കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഉപ്പുവെള്ളത്തിൽ ഒരു 14 മണിക്കൂർ ഒരു മുന്തിരിങ്ങ ഇട്ട അതിൻ്റെ ഷെയ്പ്പ് ചുക്കിച്ചുളുങ്ങി നിർജ്ജലീകരണം സംഭവിച്ച്, പക്ഷെ ജീവനുള്ള ഉദരത്തിൽ കിടക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ കിടക്കുന്ന ആ ഒരു കുട്ടി 14 മണിക്കൂർ ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഉപ്പുവെള്ളത്തിൽ കിടന്നിട്ടും അത് അബോർഷൻ ക്ലിനിക്കിൽ പുറത്തേക്ക് വന്നപ്പോൾ അത് മരിച്ചിട്ടില്ല. ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറോട് പറഞ്ഞ ഡോക്ടർ പറയും എടുത്ത് ബക്കറ്റിലേക്ക് ഇട്ടേക്കാൻ. അവിടെ ഉണ്ടായിരുന്ന നേഴ്സിന് ഒരു അനുകമ്പ തോന്നി. ആ നേഴ്സ് ആ കുട്ടിയെ ഒരു ഫോസ്റ്റർ കെയർ, കുട്ടികളെ സംരക്ഷിക്കുന്ന കേന്ദ്രത്തിലാക്കി. അങ്ങനെ ആ കുട്ടി വളർന്നാലും ആ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് നേരെ ചൊവ്വേ നിൽക്കാൻ പറ്റത്തില്ല, ആ കുട്ടി അധികം നാൾ ജീവിക്കുകയില്ലെന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷേ അവർ ആ നിരാശ നിറഞ്ഞ നെഗറ്റീവായ വാക്കുകൾക്കിടയിലും ആ കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചു. സെറിബ്രൽ പാഴ്സി എന്ന ആ ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്ന ആ കുട്ടി വളർന്നു. ഇന്ന് ആ കുട്ടി ലോക പ്രശസ്തിയായിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ആ പെൺകുട്ടിയുടെ പേരാണ് ഉദരത്തിൽ വെച്ച് സ്വന്തം അമ്മ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ജിയന്ന ജെസൻ. ഒക്ടോബർ ബേബി എന്നു പേരുള്ള ഒരു ഹോളിവുഡ് സിനിമ തന്നെ ഈ ജിയന്ന ജെസനെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി 14 ദിവസം പ്രായമുള്ള ഒരു ഗർഭിണിയായ അമ്മയുടെ ഉദരത്തിൽ വളരുന്ന ഒരു കുട്ടിയുടെ രക്തചംക്രമണ വ്യവസ്ഥ ഉൾപ്പെടെ, ശ്വസന വ്യവസ്ഥ ഉൾപ്പെടെ അത് രൂപം പ്രാപിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ 14 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയെ, ആ കുട്ടിക്കും അമ്മയ്ക്ക് ഏൽക്കുന്ന ഏതൊരു സംഘർഷവും അനുഭവിക്കാനുള്ള ശക്തിയുണ്ടെന്ന് വൈദ്യശാസ്ത്രവും മനഃശാസ്ത്രവും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് എപ്പോൾ മുതലാണെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കും, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ. അതുകൊണ്ടാണ് ഗർഭിണികളോട് പറയാറുണ്ട്, ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും സന്തോഷത്തോടെ ആത്മീയമായ തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. ഏറ്റവും സന്തോഷം, കാരണം അവിടെ 2 വ്യക്തികളാണ് ജീവിക്കുന്നത്. കാരണം അമ്മ സംഘർഷം നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പം ആ ഉദരത്തിൽ വളരുന്ന കുട്ടിയിലും സംഘർഷമായിരിക്കും. പിന്നീട് ജനിക്കുന്ന കുട്ടിക്കും ഭയം, ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ്, അപകർഷതാബോധം എല്ലാം ഉണ്ടാകും. അതുകൊണ്ടാണ് ഗർഭകാലം ഏറ്റവും സംഘർഷം നിറഞ്ഞതും സന്തോഷം നിറഞ്ഞതും ആകണമെന്ന് പറയുന്നത്. അതാണ് ജിയന്ന ജെസൻ്റെ കാലത്ത് ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചു. ഗർഭകാലത്ത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പം സലൈൻ വാട്ടറിൽ അബോർഷന് വിധേയമാക്കപ്പെട്ട, അബോർഷന് വേണ്ടി ശ്രമം നടത്തിയ ജിയന്ന ജെസൻ ഇപ്പോഴും തീയെ പേടിയാണ്. കാരണം ചെറിയ പ്രായത്തിൽ, ചൈൽഡ്ഹുഡിൽ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ നേരിടുന്ന കാര്യങ്ങൾ പിന്നീട് എത്ര വയസ്സായാലും നമ്മുടെ ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ തെളിഞ്ഞു നിൽക്കും. അവിടെ വെച്ചുണ്ടായ പൊള്ളലാണ് ഇപ്പോഴും തീയെ പേടിയാകാൻ കാരണം. ഇന്ന് പക്ഷേ ആ അവസ്ഥയിൽ ഉയർത്തെഴുന്നേറ്റ് ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ പ്രഭാഷണം നടത്തുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറും ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉദരത്തിൽ വളരുന്ന കുട്ടി കാണാ കൺമണിയാണെങ്കിൽ ജനിച്ച കുട്ടിയെപ്പോലെ തന്നെയുള്ള അവകാശവും അംഗീകാരവും സ്ഥാനവും ആ കുട്ടിക്കും ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ആളുകളിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യാന്തര പ്രവർത്തക കൂടിയാണ്. ഒപ്പം ഈ ഒക്ടോബർ ബേബി എന്ന ഹോളിവുഡ് സിനിമയിൽ ഒരു ഗാനം ഉൾപ്പെടെ ആലപിച്ച ഹോളിവുഡ് സിംഗർ കൂടിയാണ് ജിയന്ന ജെസൻ. ഇതുപോലുള്ള ഏതാണ്ട് 50ഓളം വ്യക്തികളുടെ അവരുടെ ജീവിതകഥകൾ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകമാണ് ജയിക്കാനായി ജനിച്ചവർ. ഏതാണ്ട് 43 അധ്യായങ്ങളിലായിട്ടാണ് വളരെ വിശദമായിട്ട് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള ഘടകങ്ങളെല്ലാം ഈ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഉദരത്തിൽ വളരവേ അമ്മ കൊല്ലാൻ നോക്കിയെങ്കിലും മരണത്തെ അതിജീവിച്ച് ഹോളിവുഡിൽ വരെ എത്തിയ ജിയന്ന ജെസൻ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതം ഈ പുസ്തകം തുറന്നു കാട്ടുമ്പോൾ പ്രതിസന്ധികളിൽ മുന്നേറാൻ ശക്തി പകരുന്ന ഘടകങ്ങളെ
ലളിതമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് 43ഓളം അധ്യായങ്ങളിലൂടെ. ഈ പുസ്തകത്തിൽ ഒരുപക്ഷെ കൂരിരുട്ടിൽ ലോകം മുഴുവൻ വെളിച്ചം പരത്താൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. എന്നാൽ അന്ധകാരത്തിൽ കണ്ണ് കാണാതെ അലയുന്നവന് ഒരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം വഴി കാണാൻ ധാരാളമാണ്. ഒരുപക്ഷെ പ്രതിസന്ധി നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുപക്ഷെ പ്രത്യക്ഷപ്പെടുന്നത് വലിയൊരു സ്പോട്ട് ലൈറ്റിൻ്റെ രൂപത്തിലായിരിക്കുകയില്ല, മറിച്ച് ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിലായിരിക്കാം. പക്ഷേ അടുത്ത ചുവട് വയ്ക്കാൻ ആ വെട്ടത്തിന് സഹായിക്കും. അതുപോലുള്ള അനേകം ചിന്തകളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, ബുദ്ധിമുട്ടുകളിലൂടെ, തിരസ്കരണങ്ങളിലൂടെ, അപമാനങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, കടബാധ്യതകളിലൂടെ, അപകർഷതാബോധത്തിലൂടെ, ആത്മവിശ്വാസക്കുറവിലൂടെ ഉൾപ്പെടെ കടന്നു പോകുന്നവർക്ക് മുമ്പിൽ ഒരു വെളിച്ചമായി മാറാനാണ് ഈ പുസ്തകത്തിൻ്റെ രചനയിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അവ എത്ര നാൾ അവിടെ കിടക്കുന്നുവോ അത്രയും നാൾ കടൽക്ഷോഭമോ കടൽ കൊള്ളക്കാരുടെ ആക്രമണമോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും അവയ്ക്കുണ്ടാവുകയില്ല. എന്നാൽ ഒരു കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ തുറമുഖത്ത് നങ്കൂരമടിച്ചിടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഭൂഖണ്ഡങ്ങൾ താണ്ടിക്കൊണ്ട് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടാണ്. അവിടെ കടൽക്ഷോഭത്തെയും കടൽ കൊള്ളക്കാരെയും എല്ലാം നേരിട്ടുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഭൂഖണ്ഡങ്ങൾക്കപ്പുറം സഞ്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ലക്ഷ്യം നേടിയെടുത്ത് അതിന് അംഗീകാരം ലഭിക്കുന്നത്. തുറമുഖത്ത് തന്നെ എന്നും കിടന്നാൽ കപ്പലിന് യാതൊരു പ്രശ്നവും നേരിടേണ്ടി വരികയില്ല. പക്ഷേ അതൊരിക്കലും അപ്പോൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയില്ല. നമ്മുടെ ജീവിതത്തിലും ആ അലസതയിൽ നുളർന്നുകൊണ്ട്, നമ്മുടെ കുറവുകളെ നോക്കിക്കൊണ്ട് നിരാശയിലും നിഷ്ക്രിയത്വത്തിലും അപകർഷതാബോധത്തിലും മറ്റുള്ളവരെ പഴി പറഞ്ഞും സാഹചര്യത്തിലെ പഴി പറഞ്ഞും നിന്ദിക്കാതെ വലിയ ലക്ഷ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഏതൊരു കുറവിലും മുന്നോട്ട് തന്നെ നീങ്ങാനുള്ള ആ ഒരു ദീപനാളം തെളിക്കുകയാണ് ഈ ഒരു പുസ്തകം. ഒരുപക്ഷെ നമ്മൾ തളർന്നു പോയേക്കാം. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന സമയത്തും എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, സെക്കൻഡ് കോഴ്സ് ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ തളർന്നു പോകുന്ന അവസരങ്ങളുണ്ടായേക്കാം. അപ്പോഴും ഓടാൻ ശ്രമിക്കാം. നീ ഓടാൻ സാധിക്കുന്നില്ലെങ്കിൽ നടക്കാൻ ശ്രമിക്കാം. നടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇഴയാനെങ്കിലും ശ്രമിക്കാം. പക്ഷേ നമ്മൾ മുന്നോട്ട് തന്നെ ആയിരിക്കണം. ആ ഒരു മനസ്സാന്നിധ്യം, മനഃശക്തി ഉള്ളപ്പോഴാണ് നമുക്കും ഓരോ പ്രതിസന്ധികളെയും നേരിടാൻ സാധിക്കുന്നത്, അതിജീവന ശേഷി വളർത്താൻ സാധിക്കുന്നത്. അതിന് തുടർച്ചയായിട്ടുള്ള പരിശ്രമം ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ നിറയെ മുള്ളുകൾ കിടന്നേക്കാം. ആ മുള്ളുകളെല്ലാം പെറുക്കി മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഒരുപക്ഷെ നമ്മളെ വിമർശിക്കുന്നവർ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് ഏറ്റവും കൂടുതൽ വെർബൽ അബ്യൂസുകളും സൈബർ ബുള്ളിയിങ്ങും എല്ലാം നടക്കുന്ന ഒരു കാലമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടമില്ലാത്ത ഒരു കമൻ്റ് ഇട്ടാൽ അത് വേറൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് നമുക്കൊരു പക്ഷേ ഇഷ്ടമായിരിക്കാം. ഒരു പക്ഷേ എല്ലാവരും കൂടെ ചേർന്നായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തളർന്ന് ചിലർ ആത്മഹത്യയിലേക്ക് വരെ പോകുന്നുണ്ട്. അപ്പോൾ അത്തരം സൈബർ ബുള്ളിയിങ്ങിൽ ഉൾപ്പെടെ, സൈബർ വേൾഡിൽ ഉൾപ്പെടെ തികഞ്ഞ മനസ്സാന്നിധ്യത്തോടെ പ്രവർത്തിക്കാനും അപ്രതീക്ഷിതമായിട്ടുള്ള വിമർശനങ്ങളെ നേരിടാനും അവിടെയും ശക്തമായി നിന്നുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കാനുമുള്ള ആ ഒരു ശക്തി പകരുന്ന ചിന്തകളും അനുഭവങ്ങളും കൂടിയാണ് ഈ പുസ്തകത്തിൻ്റെ കാതൽ. നാം എല്ലാം ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ഓരോ ദൗത്യവുമായാണ്. വെറുതെ ഒരു പുൽക്കടിയെ പോലും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സ്വാഭാവികമാണ്. അവയെ ധീരമായി നേരിട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നാം ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നത്. ഇവിടെ ജീവിതത്തിൽ എപ്രകാരം പ്രവർത്തിച്ചാൽ വിജയം വരിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തരുന്ന പുസ്തകമാണ് ജയിക്കാനായി ജനിച്ചവർ. നമ്മൾ വിചാരിക്കും വിജയികൾക്ക് ദൈവം പ്രത്യേകമായിട്ട് ചില ഭാഗ്യം ചെയ്തവരാണ്. അല്ല, വിജയികളുടെ എല്ലാം ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാം ജീവിതത്തിൽ തിരസ്കരണങ്ങളുണ്ടായിട്ടുണ്ട്, അപമാനങ്ങളുണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്, പോരായ്മകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ അവസ്ഥയെയും അവരെങ്ങനെ നോക്കിക്കണ്ടു, അതാണ് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള പ്രചോദനം നൽകിയത്. എല്ലാ അവസ്ഥകളും അവർക്ക് ഒരുപോലെ ആയിരുന്നില്ല. ഒരു പൂട്ടും താക്കോലില്ലാതെ നിർമ്മിക്കാറില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നവും പരിഹാരമില്ലാതെയായിട്ടില്ല. ഒരു വലിയ കോട്ട, ആ ഒരു വലിയ കോട്ട അതിനെ സംരക്ഷിക്കുന്നത് ചെറിയൊരു കോട്ടവാതിലായിരിക്കും. ആ ചെറിയ കോട്ടവാതിലിന് വളരെ ചെറിയൊരു താഴായിരിക്കും, പൂട്ടായിരിക്കും ഉള്ളത്. ഈ വളരെ ചെറിയ ആ ഒരു പൂട്ട് തുറക്കാൻ, അതായത് ഒരു വലിയൊരു നഗരത്തെ കാക്കുന്ന കോട്ട തുറക്കാൻ ചെറിയൊരു താക്കോൽ മതി.
നോ ലോക്ക് ഈസ് മാനുഫാക്ചേർഡ് വിത്തൗട്ട് എ കീ. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഏതു തന്നെയാണേലും അതിനുള്ള ഒരു ഉത്തരം, അതിനുള്ള ഒരു താക്കോൽ തീർച്ചയായിട്ടും ഈശ്വരൻ്റെ സന്നിധിയിലുണ്ട്. അത് കണ്ടെത്താൻ നമ്മൾ ശാന്തമായിട്ട് അല്പസമയം കാത്തിരിക്കണമെന്ന് മാത്രം. പലപ്പോഴും ഇന്ന് നമ്മളെല്ലാം വളരെ ഫാസ്റ്റാണ്. ഒരു ഓർഡർ ചെയ്താൽ ഓൺലൈനായിട്ട് പെട്ടെന്ന് ഫുഡാകാം, ഡ്രസ്സാകാം, കാറാകാം, എന്തും വരും. പക്ഷേ ലൈഫ് മാത്രം അത്രയും ഫാസ്റ്റ് അല്ല. നമ്മുടെ ജീവിതത്തിലെ ഉണ്ടാകുന്ന മാറ്റങ്ങളാകട്ടെ നമ്മളുടെ ടെക്നോളജി വഴി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ അത്രയും സ്പീഡില്ല. അതിന് കാത്തിരിപ്പ് ആവശ്യമാണ്. ഒരു കുടുംബത്തിലെ ഭാര്യാഭർത്തൃ ബന്ധം പരിഹരിക്കാനായിരിക്കും, അതല്ലെങ്കിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരിക്കും, അല്ലെ നമ്മുടെ ഒരു ആരോഗ്യ പ്രശ്നം പരിഹരിക്കാനായിരിക്കും, അല്ലെ നമ്മളെക്കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണ പരിഹരിക്കാനായിരിക്കും, അല്ലെ കൂടുതലും മികച്ചൊരു ജോലി ലഭിക്കുന്നതിനായിരിക്കും, അല്ലെ എൻ്റെ കഴിവിനും വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള പദവിയിലല്ല ഞാനിപ്പോൾ. ആ ഒരു ചിന്തയിൽ നാം കാത്തിരിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ നമ്മളെക്കാൾ വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞവർ നമ്മുടെ മുകളിലായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തിക മേഖലയ്ക്ക് എവിടെയാണെങ്കിലും ശാന്തമായിട്ട് ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്ക്, മാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിക്കും. അതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് ഈശ്വരനുള്ള വിശ്വാസം. 1992 ബാഴ്സലോണ ഒളിമ്പിക്സ്. ആ ഒളിമ്പിക്സിന് 18 മാസം മുമ്പ് ആ ഒളിമ്പിക്സിൽ സ്വർണം പ്രതീക്ഷിച്ചിരുന്ന ഒരു അമേരിക്കൻ അത്ലറ്റ് ഉണ്ട്, ഗെയിൽ ഡെവേഴ്സ്. ഇപ്പോൾ ഗെയിൽ ഡെവേഴ്സിനോട് ഡോക്ടർമാർ പറഞ്ഞു, യു ഹാവ് എ വെരി റെയർ ഡിസീസ്, ബോത്ത് ഓഫ് യുവർ ലെഗ്സ് ഹാസ് ടു ബി ആംപ്യൂട്ടേറ്റഡ്. താങ്കൾക്ക് വളരെ ഗുരുതരമായൊരു അസുഖം ബാധിച്ചിരിക്കുകയാണ്, താങ്കളുടെ 2 കാലുകളും മുറിച്ചു മാറ്റണം. മാധ്യമങ്ങളെല്ലാം ഒളിമ്പിക്സിൽ സ്വർണ്ണ പ്രതീക്ഷയുമായി കാത്തിരിക്കുന്ന ഗെയിൽ ഡെവേഴ്സിനെ കുറിച്ചുള്ള ബിൽഡപ്പ് സ്റ്റോറികളുമായിട്ട് വന്നപ്പോൾ ഡോക്ടർമാർ പറയുന്നു, നിങ്ങളുടെ 2 കാലുകളും മുറിച്ചു മാറ്റണം. ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് പോകുമ്പോഴാണ് അതിന് വഴിയാകേണ്ട ആ 2 കാലുകളും മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. ഗെയിലിനെ സംബന്ധിച്ച് ഇറ്റ് വാസ് എ വെരി ഷോക്കിംഗ് ന്യൂസ്. പക്ഷെ ഗെയിൽ വലിയ ഈശ്വരവിശ്വാസിയായിരുന്നു. ഗെയിൽ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, ഡോക്ടർ, ഐ ബിലീവ് ഇൻ ഗോഡ്, ഐ ട്രസ്റ്റ് ഇൻ ഗോഡ്, ഐ എം ഷുവർ ദാറ്റ് തിങ്സ് വിൽ ചേഞ്ച്, ലെറ്റ്സ് വെയിറ്റ് ഫോർ സം മോർ ടൈം. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്, എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്, കാര്യങ്ങൾ മാറുമെന്ന്. നമ്മുടെ ജീവിതത്തിലും ആ തിങ്സ് വിൽ ചേഞ്ച്. നോ കണ്ടീഷൻ ഈസ് പെർമനൻറ്റ്. ഒരവസ്ഥയും സ്ഥായി അല്ല. ഇന്നത്തെ ഒരു പ്രളയം വന്നിട്ട് പോലും അതിനപ്പുറം ഏറ്റവും നല്ല സൂര്യോദയം നമ്മൾ കണ്ടുവരാം. അവസ്ഥകൾ മാറുമെന്നുള്ള പ്രത്യാശ, ഓപ്റ്റിമിസം മനസ്സിലേക്കുണ്ടാകണം. അവിടെയാണ് നമുക്ക് നിരാശയിൽപ്പെട്ട ആത്മഹത്യയിലേക്കും ഡിപ്രഷനിലേക്കും പോകാതെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഡോക്ടേഴ്സിന് വിശ്വാസമില്ലായിരുന്നു. കാരണം മെഡിക്കൽ ഹിസ്റ്ററി അനുസരിച്ച് അസുഖം ബാധിച്ചവരൊന്നുകിൽ മരിച്ചിട്ടുണ്ടല്ലേ, അവരുടെ അവയവങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഡോക്ടർമാർ പറഞ്ഞു, ഓക്കെ, നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ഗെയിൽ ആശുപത്രി കിടക്കയില്ല, പൂർണ്ണമായും തളർന്ന അവസ്ഥയിൽ. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞു, പതിയെ എഴുന്നേറ്റിരിക്കാമെന്നായി. വേദന സഹിച്ച് പതിയെ പതിയെ നടക്കാൻ ശ്രമിച്ചു, പതിയെ പതിയെ വേദന സഹിച്ച് ഓടാൻ ശ്രമിച്ചു. ഒടുവിൽ 18 മാസങ്ങൾക്ക് ശേഷം ബാഴ്സലോണ ഒളിമ്പിക്സിന് തിരിതെളിഞ്ഞു. ആ ഒളിമ്പിക്സിൻ്റെ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ മത്സരാർത്ഥിയായി ഗെയിൽ ഡെവേഴ്സും പങ്കെടുത്തു. 100 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണം നേടിക്കൊണ്ട് ഒളിമ്പിക്സിന് 18 മാസം മുമ്പ് വരെ 2 കാലുകളും മുറിച്ചു മാറ്റപ്പെട്ടില്ലെങ്കിൽ മരണത്തെ നേരിടേണ്ടി വരുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയ ഗെയിൽ ഡെവേഴ്സ് സ്വർണം നേടിക്കൊണ്ട് ചരിത്രം തിരുത്തി. നമ്മുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ കടന്നു വന്നേക്കാം. അത് രോഗത്തിൻ്റെ രൂപത്തിലാകാം, തിരസ്കരണത്തിൻ്റെ രൂപത്തിലാകാം, നഷ്ടങ്ങളുടെ രൂപത്തിലാകാം, ബന്ധങ്ങളിലെ വിള്ളലുകളുടെ രൂപത്തിലാകാം, മറ്റേതെങ്കിലും സാമ്പത്തിക പ്രയാസത്തിൻ്റെ രൂപത്തിലാകാം, അവഗണനകളുടെ രൂപത്തിലായിരിക്കാം, മറ്റേതെങ്കിലും ആരോഗ്യ പ്രശ്നത്തിൻ്റെ രൂപത്തിലായിരിക്കാം, ഒരുപക്ഷെ മുമ്പുണ്ടായിരുന്ന സ്ഥാനം നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ള ചിന്തയുടെ രൂപത്തിലായിരിക്കാം. പക്ഷേ ഏതവസ്ഥയിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് നിലനിർത്തിക്കൊണ്ട്, നെഗറ്റീവ് ഇമോഷൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട്, മറ്റുള്ളവരോടുള്ള വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, അസൂയ, അലസത, അഹങ്കാരം,
അത് മാറ്റി നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഗെയിൽ ഡെവേഴ്സിനെ പോലെ വലിയ ഉയരത്തിലേക്ക് മാറാൻ സാധിക്കും. അതുപോലുള്ള ഏതാണ്ട് 47ഓളം ലേഖനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ജീവിത കഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ജയിക്കാനായി ജനിച്ചവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബിയോണ്ട് ബുക്സ് ആണ്. ഈ ഒരു പുസ്തകം ഓരോരുത്തരെയും, അത് വായിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിലേക്ക്, വലിയൊരു പ്രതീക്ഷയിലേക്ക്, ഇനിയും പ്രവർത്തിക്കാനുള്ള മനസ്സിലേക്ക് അതൊരു ഊർജം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും നേരുന്നു. ഈ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ ഇവിടെ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്താൻ അവസരം തന്ന ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ സാറിനും ഇതിൻ്റെ സംഘാടകരായിട്ട് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും, മാധ്യമ പ്രവർത്തകർക്കും, മറ്റുള്ള ക്യാമറ, മറ്റുള്ള എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും നന്ദി പറയുന്നു. എല്ലാവിധ വിജയാശംസകളും നന്മകളും നേരുന്നു. ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഇനി അധികം സമയം നമുക്കില്ല, ആ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവിധ നന്ദിയും നേരുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. 100 മീറ്റർ ഓട്ടത്തിന് സ്വർണം കിട്ടിയ ബാഴ്സലോണിയൻ ഒളിമ്പിക്സിലെ താരത്തിൻ്റെ അതിനുശേഷം കാല് മുറിക്കേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ അതിനകത്ത് കാല് മുറിച്ചോ കാല് മുറിച്ചില്ലേ എന്നതിനേക്കാൾ പ്രധാനമായിട്ട് നമ്മളൊരു ക്രൈസിസിനെ നേരിടുമ്പോൾ ആ ക്രൈസിസിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ വ്യക്തിക്ക് ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാനുള്ള കരുത്ത് ലഭിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ അതിജീവന ശേഷി അല്ലെ പ്രചോദനം, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രം അത് നിൽക്കുന്നതല്ല. ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ, ആ മേഖല മാത്രമല്ല, അതൊരു ആ വ്യക്തിയുടെ ഒരു പ്രൊഫഷനായിരുന്നു. പക്ഷെ ഒപ്പം തന്നെ ഫാമിലി ലൈഫുണ്ട്, പേഴ്സണൽ ലൈഫുണ്ട്, കരിയറുണ്ട്. ഓരോ മേഖലയിലും തുടർച്ചയായിട്ട് നമ്മുടെ ഒപ്പം വിവിധ സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ചിന്തയും അതിനോടുള്ള പ്രവർത്തനവും വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആ ഒരു ഫിസിയോളജിക്കൽ ലെവലിൽ, ശാരീരികമായ അവസ്ഥയിൽ പോലും വലിയ പോസിറ്റീവ് ചേഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ജയിക്കാനായി ജനിച്ചവർ പോസിറ്റീവ് സൈക്കോളജി വിഭാഗത്തിൽപ്പെട്ട പുസ്തകമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, അതുവരെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ സൈക്കോളജിയാണ്, മാനസിക രോഗങ്ങളുള്ളവർ മനഃശാസ്ത്രജ്ഞന്, ഞാനൊരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണുന്നു. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യത്തെ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പ്രസിഡൻറ്റ്, APAയുടെ പ്രസിഡൻറ്റ് മാർട്ടിൻ ഇ സെലിഗ്മാൻ, അദ്ദേഹം രൂപപ്പെടുത്തിയ മനഃശാസ്ത്ര ശാഖയാണ് പോസിറ്റീവ് സൈക്കോളജി, പ്രസാദാത്മക മനഃശാസ്ത്രം. അപ്പം അതിൽ തന്നെ തെറാപ്പി ഉൾപ്പെടെയുണ്ട്. ആ പ്രസാദാത്മകത വളർത്തുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മനസ്സിനെ ഒരുക്കി വലിയ പരിശ്രമത്തിലൂടെ നമ്മളത് നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജീവിതത്തിൽ ആ മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ്. എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.